ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൂസിഫർ ചർച്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ലൂസിഫർ ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസിഫർ ഫിലിമിനകത്ത് മോഹൻലാൽ അഭിനയിച്ച ആ ചർച്ചിൽ അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ആ ചർച്ചിൻ്റെ പേര് സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് എന്നാണ്. അത് നമ്മുടെ വാഗമണിലാണ് ഉള്ളത്. അപ്പോൾ അത് ലൂസിഫർ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ നമുക്ക് ഇന്ന സ്ഥലം ലൊക്കേഷനൊക്കെ കാണിച്ചു തരും. അതുപോലെ തന്നെ പള്ളി കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പള്ളിയാണ്. കരിങ്കല്ലും കൊണ്ടാണ് കേട്ടോ ആ പള്ളി ഇപ്പോൾ പുതുക്കി പണിതിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു സൈഡിലായിട്ട് കല്ലറകളുണ്ട്, നിറച്ച് കല്ലറകൾ, പഴയതും പുതിയതുമായിട്ടുള്ള കുറേ കല്ലറകളുണ്ട്. അപ്പോൾ അതിൽ 2 കല്ലറ ഫിലിമിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കല്ലറകളാണ്. പക്ഷേ നമുക്ക് ഏതാണെന്ന് ഞങ്ങൾക്ക് അത് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് തന്നെ ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഫിലിമിൽ കണ്ട പോലെ ഉണങ്ങിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോയത് വേനൽക്കാലത്തായത് കാരണം അന്നത്തെ അധികം പച്ചപ്പൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഫിലിമിലാണെങ്കിൽ കുറച്ച് കാട് പിടിച്ച് കിടക്കണ പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പള്ളി പുതുക്കി പണിതത് അത് ഫിലിം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൃഥ്വിരാജ് അവർ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് 8 ലക്ഷം രൂപയ്ക്ക് പള്ളി പുതുക്കി പണിത് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. കാരണം പള്ളി കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു കരാറുണ്ടായിരുന്നത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. പള്ളി പുതുക്കി പണിത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഫിലിം കഴിഞ്ഞപ്പോൾ തന്നെ അത് പുതുക്കി പണിത് കൊടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു ഓറഞ്ച് മരം നിൽക്കുന്നുണ്ട്. അതിൽ ഓറഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് ഉണ്ടെങ്കിലും പക്ഷേ ഗേറ്റിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. അത് ഓപ്പൺ ചെയ്താണ് കേട്ടോ കിടക്കുന്നത്. പള്ളി പക്ഷേ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാനൊന്നും സാധിക്കില്ല. നമുക്ക് അത് സൈഡിൽ നിന്നിട്ട് ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വൽസൊക്കെ കാണാനായിട്ട് സാധിക്കും.